ഈ കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യാൻ വരുന്നവരുടെ എണ്ണം ക്രമാതീതമായി കുറയുന്നു എന്ന്. ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ പറയുന്നത് കൂടുതൽ ആളുകളും ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങുകയാണ് എന്നുള്ളതാണ്. ഇന്ന് നാമും അങ്ങനെ തന്നെയാണ്. ഒരു സാധനം വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം നോക്കുക ഓൺലൈൻ ആയിട്ടായിരിക്കും. അതിൻ്റെ ഫീച്ചേഴ്സും അത് വാങ്ങിയുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളും നമ്മൾ ഓൺലൈനിൽ നോക്കിയിട്ടായിരിക്കും നമ്മളൊരു പർച്ചേസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനമെടുക്കുക. ഈ രീതി ഇന്ന് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ആളുകളാണ് ഇന്ന് ഓൺലൈനായിട്ട് ഡിഗ്രി PG കോഴ്സുകളൊക്കെ പഠിക്കുന്നത്. ഇത്തരത്തിൽ ഓൺലൈനായിട്ട് ഇവർ പഠിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ജോലി ചെയ്തുകൊണ്ടോ വീട്ടിലിരുന്നു കൊണ്ടോ നമുക്കിത് നേടിയെടുക്കാം എന്നുള്ളതാണ്. ഇന്ന് എല്ലാവരും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ജോലി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചുകൊണ്ട് നമ്മുടെ കരിയറും സ്വപ്നവും സ്വന്തമാക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ നമ്മൾ ഓൺലൈനായിട്ട് ഒരു ഡിഗ്രി PG കോഴ്സൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ കിട്ടുന്ന ഫേക്ക് സർട്ടിഫിക്കറ്റ് ആണ്, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും അവർ നേരിടുന്നുണ്ട്. ഇത്തരത്തിൽ പ്രധാനമായിട്ട് പ്രശ്നങ്ങൾ നേരിടുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് നല്ല ഒരു എഡ്യൂക്കേഷൻ പാർട്ട്ണർ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ നല്ലൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മുഖേനയാണ് നമ്മൾ ഈ ഒരു ഡിഗ്രി PG കോഴ്സുകളൊക്കെ ഓൺലൈനായിട്ട് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ പാർട്ട്ണർ നമുക്ക് എന്നും വാല്യൂ തരുന്നവരായിരിക്കും. അപ്പോൾ നമ്മളുടെ സർട്ടിഫിക്കറ്റിനും അതുപോലെ നമ്മൾ പഠിച്ച കോഴ്സിനും നമുക്കും വാല്യൂ തരുന്നുള്ള ഒരു എഡ്യൂക്കേഷനെ പാർട്ട്ണറെ കണ്ടെത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് ഒരു കോഴ്സ് പഠിക്കാൻ തുടങ്ങേണ്ടത്. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് UGCയെ കുറിച്ച്, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. UGC ആണ് നമ്മളുടെ ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ്റെ തലപ്പത്തുള്ളത്. അപ്പോൾ UGC അംഗീകരിച്ചിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കണം, UGC അംഗീകരിച്ച കോഴ്സ് ആയിരിക്കണം നമ്മൾ ഓൺലൈനായിട്ട് പഠിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്കതൊരു സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂയിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ കരിയർ ഗ്രോത്തിന് അത് ഹെൽപ്പ് ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ഫേക്ക് ആയി പോയി കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് പീസ് ഓഫ് പേപ്പറിൻ്റെ വാല്യൂ മാത്രമേ നമുക്ക് അതിൽ നിന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു അവസ്ഥ നമുക്ക് വരരുത്. അപ്പോൾ ഇന്ന് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. അതായത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത്തരത്തിൽ ഓൺലൈനായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ഡിഗ്രി PG കോഴ്സുകൾ പഠിക്കാൻ സാധിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റി നിലവിൽ വന്നിട്ടുള്ളത് 2006 2006 ഉത്തർപ്രദേശിലെ ഒരു ജില്ലയിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 2006 നിലവിൽ വന്നിട്ടുള്ള ഈ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം 2006 ഉത്തർപ്രദേശിലെ ഒരു ജില്ലയിൽ വന്നിട്ടുള്ള ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേരാണ് മംഗളേത്താൻ യൂണിവേഴ്സിറ്റി. ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് മംഗളേത്താൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്നതിലപ്പുറമായിട്ട് 2006 നിലവിൽ വന്ന് ഇന്നും നല്ല രീതിയിൽ ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് ഏതെന്ന് പറയുന്നത് മംഗളേത്താൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മംഗളേത്താൻ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഏതെന്ന് പറയുന്നത് മംഗളേത്താൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫേക്ക് യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ നമ്മൾ നല്ല യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് UGCയുടെ അപ്രൂവൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. UGCയുടെ അപ്രൂവൽ ഉണ്ടായത് കൊണ്ട് മാത്രം നമുക്ക് എന്ത് പോരാ, നമുക്കത് വാല്യൂ ഉള്ളതാണെന്ന് പറയാൻ സാധിക്കില്ല അല്ലേ. ഇപ്പോൾ എവിടെ നോക്കിയാലും നാക്കിൻ്റെ വിസിറ്റും കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നാക്കാണ് ഇന്ന് ഓരോ യൂണിവേഴ്സിറ്റിയിലും വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നാക്കിൻ്റെ A+ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് മംഗളേത്താൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ AICTEയുടെ അപ്രൂവലും ആർക്കുണ്ട്, മംഗളേത്താൻ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. ഈ AICTEയുടെ മാത്രമല്ല DEBയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ അപ്രൂവലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് മംഗളേത്താൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ് UGCയുടെയും AICTEയുടെയും DEBയുടെയും ഒക്കെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്രഡിറ്റേഷൻ ഒക്കെ കിട്ടിയ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കാര്യത്തിലും പേടിക്കേണ്ടതില്ല. കാരണം നമുക്ക് എന്താണ് 100% ഉറപ്പാണ് ഇതിന് വാല്യൂ ഉണ്ട് എന്നുള്ളത്. ഇനി ഇത് കൂടാതെ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയുടെയും ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെയും അതുപോലെ തന്നെ ബോർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെയും എല്ലാ അംഗീകാരമുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടേതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതൊരു കോഴ്സ്, അതിനി സയൻസ് സംബന്ധമായിട്ടുള്ളതും ആർട്സ് സംബന്ധമായിട്ടുള്ളതും കൊമേഴ്സ് സംബന്ധമായിട്ടുള്ളതും ഏത് കോഴ്സ് നമ്മൾ പഠിച്ചാലും അത് ഡിഗ്രിയോ PGയോ ആയിക്കോട്ടെ അതിന് എല്ലായിടത്തും ഒരേപോലെ വാല്യൂ ഉള്ളതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചിങ് എഡ്യൂക്കേഷൻ. ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു, BEd ഒക്കെ കഴിഞ്ഞിട്ട് എന്തായിരിക്കും അവർ ജോലിക്ക് കയറിയിട്ടുണ്ടായിരിക്കും, അവർക്കൊരു PG ചെയ്യണം, എന്നാൽ വർക്കിനോടൊപ്പം തന്നെയാണ് അവർക്ക് ചെയ്യാൻ താല്പര്യമുള്ളത്. അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് മംഗലത്താനിലൊരു ഡിഗ്രി നമ്മൾ അല്ലെങ്കിൽ ഒരു PG നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചിങ് എഡ്യൂക്കേഷന്റെ അപ്രൂവൽ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് നമുക്ക് ഇത് ഏതൊരു ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇത് കൂടാതെ ഒരുപാട് ബെനിഫിറ്റ്സുകൾ എന്തുണ്ട്, നമുക്ക് ഇത്തരത്തിൽ മംഗലത്താനിലൊരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു PG നമ്മൾ ഓൺലൈനായി ചെയ്താലുണ്ട്. അപ്പോൾ അപ്രൂവലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് മംഗലത്താനിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ബെനിഫിറ്റ്സുകൾ എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഗവൺമെന്റ് ലെവൽ എക്സാംസ് ആണ് വരുന്നത്. UGC ഗൈഡ് ലൈൻസിലും റൂൾസ് പ്രകാരമുള്ള ഓൺലൈൻ ആയിട്ടുള്ള എക്സാംസ് ആണ് ഏതിനുള്ളത്, നമ്മുടെ മംഗലത്താൻ യൂണിവേഴ്സിറ്റി ഏതൊരു കോഴ്സിനും വരുന്നത്. ഈ ഓൺലൈൻ ആയിട്ട് നമ്മൾ ഈ ഓൺലൈൻ ആയിട്ട് ചെയ്യുന്ന ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്, റെഗുലർ ഡിഗ്രിയോ അതേപോലെ തന്നെ വാല്യൂ ഉണ്ടായിരിക്കും, സെപ്പറേറ്റ് അല്ല, സെയിം ആസ് റെഗുലർ ഡിഗ്രി എന്നാണ് നമ്മൾ പറയാം. അതോടൊപ്പം തന്നെ ഇതിന്റെ എക്സാംസ് നമുക്ക് അധികം ടഫോ കാര്യങ്ങളൊന്നുമില്ല. 40% OMRഉം 30% ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ആയിട്ടുള്ള മാർക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നത്, നമ്മുടെ എക്സാംസിന് വരുന്നത്. അപ്പൊ നമുക്ക് എക്സാംസ് ഒക്കെ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പെട്ടെന്ന് ഇപ്പോൾ ഒബ്ജക്റ്റീവ്സിന് നമ്മൾ എന്ത് ചെയ്യാണ്, OMRനെ ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് നമുക്ക് പാസ്സാവാൻ സാധിക്കും. അപ്പോൾ പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എവിടെ ഇരുന്നു, നമുക്ക് വീട്ടിലിരുന്നുകൊണ്ടോ ഓഫീസിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ വിദേശത്ത് ഇരുന്നുകൊണ്ടോ എവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാം, എക്സാം അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തായിട്ടുള്ളൊരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡർ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ LMS പോർട്ടലിലൂടെ റെക്കോർഡർ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും മെറ്റീരിയലും കംപ്ലീറ്റ് നമുക്ക് പഠിക്കാനുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉത്തർപ്രദേശിലെ യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ വീട്ടിലിരുന്നുകൊണ്ട് ഇതെല്ലാം ആക്സസ് ചെയ്യാമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ എക്സാമിന്റെ കാര്യത്തിലാണെങ്കിലും എക്സാം റിസൾട്ടിന്റെ പബ്ലിക്കേഷൻ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിലും മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളെക്കാളും കുറച്ച് ഒരു പടി മുന്നിലാണ് നമ്മുടെ മംഗലത്താൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. പെട്ടെന്ന് എക്സാംസും കാര്യങ്ങളൊക്കെ കറക്റ്റ് അപ്രോപ്രിയേറ്റ് ടൈമിൽ നടക്കും, അതിന്റെ റിസൾട്ടും കാര്യങ്ങളും അതാത് ടൈമിൽ വരും. ഇതാണ് നമ്മളുടെ മംഗലത്താൻ യൂണിവേഴ്സിറ്റിയുടെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പഠിക്കുന്ന സമയത്ത് നല്ലൊരു എഡ്യൂക്കേഷൻ പാർട്ട്ണർ നമുക്ക് വളരെ നിർബന്ധമാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു എഡ്യൂക്കേഷൻ പാർട്ട്ണറാണ് എജുതാലിം ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. വർഷങ്ങളോളമായിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എജുതാലിം എന്ന് പറയുന്നത്. അപ്പോൾ എജുതാലിമിൽ നിങ്ങൾ മംഗലത്താനിൽ നിന്ന് ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു PG കോഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ഒരു ക്യാമ്പസ് വൈബോട് കൂടി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്നിട്ട് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ PG ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സാണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഫുള്ളി സപ്പോർട്ട് ആയിട്ടുള്ള മെന്റേഴ്സ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങൾ അഡ്മിഷൻ എടുത്ത മുതൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങി അത് നിങ്ങൾ എവിടെയാണോ പ്രസന്റ് ചെയ്ത് നിങ്ങൾക്ക് ജോലിക്കോ എന്ത് കാര്യത്തിനും ഉപയോഗിക്കാൻ കംപ്ലീറ്റ് ഒരു ലൈഫ് ലോങ് സപ്പോർട്ട് തന്നെ എജുതാലിം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു 3 വർഷത്തെ ഡിഗ്രി കോഴ്സാണ് പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഇടയ്ക്ക് നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും നമുക്ക് ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ, അപ്പോൾ അതിനെല്ലാം നിങ്ങൾക്ക് തരുന്ന അതെല്ലാ അപ്ഡേറ്റ്സും കൃത്യസമയത്ത് നിങ്ങളിലോട്ട് എത്തിക്കുന്ന ഒരു ഫുള്ളി എക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു ടീം തന്നെ നമുക്കുണ്ട്. അതാണ് നമ്മുടെ മെന്റർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് കൂടാതെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിലും അതിനും കംപ്ലീറ്റ് നമ്മുടെ എജുതാലിം ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിഷമോ കാര്യങ്ങളോ ഒന്നും ആ ഒരു കാര്യത്തിൽ ഫേസ് ചെയ്യേണ്ടി വരില്ല. കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ മുതൽ അങ്ങ് സർട്ടിഫിക്കേഷൻ വരെയുള്ള A to Z കാര്യങ്ങൾ എജുതാലിം ഏറ്റെടുക്കുന്നതാണ്. ഇത് കൂടാതെ ഫുൾ സപ്പോർട്ട് ഏതൊരു കാര്യത്തിൽ, ഇപ്പം നിങ്ങൾ മെന്റലി ഡൗൺ ചെയ്ത് പോയി, നമ്മൾ നല്ലൊരു സ്റ്റിമുലി ഉണ്ടാവുന്ന സമയത്തായിരിക്കും നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യാല്ലേ, പക്ഷെ നമ്മൾ മെന്റലി ഡൗൺ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് വരുന്ന നമ്മളുടെ ടീം സജ്ജരായിരിക്കും. ഇത് കൂടാതെ നിങ്ങൾക്ക് അസൈൻമെന്റ് നമ്മൾ ഡിഗ്രി ആണെങ്കിലും PG ആണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന്റെ കംപ്ലീറ്റ് ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് എക്സാം അസിസ്റ്റൻസ്, എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് എക്സാമിന്റെ കാര്യങ്ങൾ വരുന്നത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ കംപ്ലീറ്റ് അസിസ്റ്റൻസും കാര്യങ്ങളും എജുതാലിം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഒരു ക്യാമ്പസ് വൈബ്, നമ്മൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഡിഗ്രി ഒന്നും പഠിക്കാതെ +2 കഴിഞ്ഞ് പോയവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ആ ഒരു ക്യാമ്പസ് ലൈഫ് നഷ്ടമായിട്ടുണ്ടാവും.
അപ്പോൾ ആ ഒരു ക്യാമ്പസ് ലൈഫ് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്യാമ്പസ് ഗ്രൂപ്പ് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്യാമ്പസ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യായിരിക്കും, നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് പ്രോഗ്രാംസ്, ഫ്രീ വെബിനാർസും കാര്യങ്ങളും എക്സ്പേർട്സ് നടത്തുന്ന നമ്മുടെ ഗസ്റ്റിനെ കൊണ്ടുള്ള ഓരോ മേഖലയിലും ഉള്ള ഗസ്റ്റുകളെയും കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് എക്സ്പേർട്സ് നടത്തുന്ന വെബിനാർസും കാര്യങ്ങളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഒരു പഠനം എന്നതിനപ്പുറമായിട്ട് നിങ്ങളുടെ കരിയറിനെ കൂടി ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്വന്തമാക്കാവുന്നതാണ്. ഇത് കൂടാതെ നമ്മൾ ഓൺലൈനായിട്ട് ആർട്സ് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ പുറത്തെടുക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ അടച്ചു വെച്ചിട്ടുള്ള ഒരുപാട് കഴിവുകൾ നമുക്കുണ്ടാവും. ആ കഴിവുകളൊക്കെ പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ ഓൺലൈൻ ഫെസ്റ്റ് അല്ലെങ്കിൽ ഓൺലൈൻ ആർട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് കൂടാതെ നമ്മുടെ ഡിഗ്രിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ പി ജിയോട് കൂടിയിട്ട് നമ്മുടെ സ്കില്ല് അതിനെ നമുക്ക് ആ സ്കില്ലിനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് ആഡ് ഓൺ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ആ കോഴ്സ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എച്യൂത്താലിം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇതിന് എല്ലാം ശേഷം നമ്മൾ 3 ഇയർ കംപ്ലീറ്റ് അല്ലെങ്കിൽ 2 ഇയർ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങി പോകുന്ന സമയത്ത് കോൺവെക്കേഷൻ പ്രോഗ്രാമും എച്യൂത്താലിമിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളാണ് എച്യൂത്താലിമിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഏത് കോഴ്സ് നിങ്ങൾ ഇവിടെ പഠിക്കും എന്നുള്ളതാണ്, ഏതൊക്കെ കോഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് കോഴ്സുകൾ, ഒരുപാട് ആർട്സ് കോഴ്സുകളും അതുപോലെ തന്നെ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളും സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളും MSW പോലുള്ള കോഴ്സുകളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്, ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഏതൊക്കെ കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഒട്ടും മടിക്കേണ്ട. നമ്മൾ ഓൺലൈനായിട്ട് ഡിഗ്രി എടുക്കുന്നു. നല്ലൊരു എഡ്യൂക്കേഷൻ പാർട്ട്ണറിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഓൺലൈനായിട്ട് ഒരു ഡിഗ്രിയോ PGയോ സ്വന്തമാക്കാം. അതിനായിട്ട് ഇപ്പം തന്നെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടുക.